പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഞാൻ റിയൂസ് ഹബിൽ നിന്ന് സുരേഷാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇന്നിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. അതായത് നമ്മുടെ വീഡിയോസ് പലതും നമ്മളിടുന്നുണ്ട്. അത് നമ്മളിടുന്ന വീഡിയോസിലെ സാധനങ്ങളെല്ലാം സെയിലായി പോകുന്നുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൃത്യമായിട്ടും അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണ്, പക്കായാണെന്ന് അറിയാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം തന്നെ ഒരാള് നമ്മുടെ ഇതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്ത ഒരു കാര്യം ഞാൻ കാണാനിടയായി. അപ്പൊ അതിന് മറുപടി നമ്മൾ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. വിശാൽ ഡർമൻ എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഒരു കമന്റ് തന്നേക്ക്. ന്യായമായ വിലയാണെങ്കിൽ വില പോസ്റ്റിൽ പറഞ്ഞാൽ വിമർശനം വരില്ല. അത് ഞാൻ നിങ്ങളോട് ഞാൻ പലതവണ എൻ്റെ ഫോളോവേഴ്സിനോടും എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വില നമ്മളല്ല തീരുമാനിക്കുന്നത്. പിന്നെ അതിനു മുമ്പ് ഒരാൾ ഇട്ടേക്കുന്ന ഉമ്മർ കെ, ആ നമ്പർ ഒന്ന് വിളിച്ചു നോക്ക്, പുതിയതിനേക്കാൾ 3000 രൂപ കൂടുതലാണ് വില പറയുന്നതാണ് ഉമ്മർ കെ ഇട്ടേക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ വിളിക്കുന്ന ആൾക്കാര്, പാർട്ടി ഇതേ വിൽക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിക്കുന്ന ആള്, അയാൾ പറയുന്ന വിലയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എൻ്റെ പ്രസ്ഥാനത്തിന്റെ, എൻ്റെ സ്ഥാപനത്തിന്റെ ഞാൻ ഒരു MRP വിലയിട്ട് വിൽക്കുന്ന ആളല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. എൻ്റെ കടയിൽ ഇരിക്കുന്ന സാധനങ്ങൾ MRP വിലയ്ക്ക് പറയുന്ന വിലയ്ക്ക് വിൽക്കുന്ന സാധനമല്ല. അതായത് സെക്കൻഡ് സാധനം ഒരു പാർട്ടി നമ്മളെ ഏൽപ്പിക്കുന്നു, എനിക്ക് ഈ സാധനത്തിന് ഈ വില വേണമെന്ന് പറയുന്നു. ഞാനത് എന്നെ വിളിക്കുന്ന ആളോട് ഇന്ന വിലയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ് ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്നു, ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. അതിനുശേഷം വാങ്ങാൻ വരുന്ന ആള് ചിലപ്പം ഇച്ചിരി കുറച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ചും ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഉമ്മേർ പറയുന്ന പോലെ ചിലപ്പോൾ ശരിയായിരിക്കും. അയാൾ ചോദിച്ചപ്പോൾ അയാൾ പുതിയതിനെക്കാളും കൂടുതലായിരിക്കും വില ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്നോട് പാർട്ടി പറഞ്ഞേക്കുന്ന വിലയാണ്. എൻ്റെ കയ്യിൽ ഞാൻ വില കൊടുത്ത് മേടിച്ച് ഇവിടെ എൻ്റെ കടയിൽ കൊണ്ടുവന്ന് ഞാൻ വില കൂട്ടി വിൽക്കുന്ന സാധനമല്ല, മാർജിൻ കൂട്ടി വിൽക്കുന്ന സാധനമല്ല ഞാൻ വിൽക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. എന്നെ പാർട്ടി വിളിക്കുന്നു, ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കുന്നു, അതിന് ഇത്ര രൂപ വില എന്നോട് പാർട്ടി ആവശ്യപ്പെടുന്നു, അത് അനുസരിച്ച് ഞാൻ എന്നെ സമീപിക്കുന്ന ആളോട് വില പറയുന്നു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ, ഈ പറയുന്ന ഈ ഉമ്മർക്കെ ഒക്കെ പറയുന്നത് പോലെ ഞാൻ എൻ്റെ വിലയല്ല പറയുന്നത്, പാർട്ടി പറയുന്ന വിലയാണ് പറയുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ന്യായമായ വിലയാണ്. അതായത് ഒരാള് വിളിച്ചിട്ട് എന്നോട് പോയി കടയിലോട്ട് വരാൻ ഞാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഒരു 14 കിലോമീറ്റർ, വിശാൽ ധർമ്മൻ 14 കിലോമീറ്റർ ഓടിച്ചെന്നപ്പോൾ സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം. കാരണം ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഈ ധർമ്മൻ വിളിച്ചത് ചിലപ്പോൾ മറന്നു പോകാം. ഞങ്ങൾ മനുഷ്യരാണ് വിശാൽ ധർമ്മൻ, എനിക്കതേ പറയാനുള്ളൂ. ഞങ്ങൾ ചിലപ്പോൾ മറന്നു പോയിരിക്കാം. അപ്പം മറന്നു പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോകാൻ ഉണ്ടായ സാഹചര്യം. അപ്പം വിളിച്ച് ചോദിച്ചിട്ടാ വന്നേ എന്ന് പറയുന്നു. വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിൽ വിളിച്ച് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നാൽ പോരാ. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളെ പ്രസ്ഥാനത്തിൽ ആര് വിളിച്ചാലും ഞങ്ങൾ ആദ്യം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിക്കുക, ഇവിടെ സാധനം ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാനാണ് ഞങ്ങളോട് പറയുന്നത്. അല്ലാതെ അവിടുന്ന് വിളിച്ച് സാധനം ഉണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോരുക, അങ്ങനെ ഞങ്ങൾ ആരോടും പറയാറില്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ വിളിച്ച് കടയിലുണ്ടോ, ആളുണ്ടോ, കടയിൽ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാനാണ് പറയുന്നത്. അതിന് കാരണം, ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ വഴി ബിസിനസ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന കച്ചവടം ചെയ്യുന്നതായതുകൊണ്ട് ഏത് സമയത്തും ഇത് വിറ്റുപോകാം. ഞങ്ങൾ ചില സാധനങ്ങൾ ഞങ്ങളെ സമീപിക്കുന്ന സാധനങ്ങൾ ഇന്ന് രാവിലെ ഇടുന്നത് രാവിലെ 8 മണിക്ക് ഇട്ടാൽ ചിലപ്പോൾ 9 മണിക്ക് വിറ്റ് പോയേക്കാം. അപ്പം അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇയാൾ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല, ഇയാൾ അതിന്റെ പുതിയ സാധനം പോയി എടുത്തു. അതെന്തിനാ? അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്ന ഒരു പ്രത്യേക കാര്യം, ഞങ്ങളെ വിളിച്ചിട്ടേ വരാവുള്ളൂ. അത് പ്രത്യേകം ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്. വിളിച്ചതിന് ശേഷമേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാവുള്ളൂ എന്ന് പറയാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, വേറൊരാള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാരാ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇവനെ ഫോൺ ചെയ്താൽ എടുക്കില്ല, ഉടായിപ്പ്. വിനോദ് കുറവിൽപ്പറം പുരുഷോത്തമൻ, കുരുവിൽ പറമ്പിൽ പുരുഷോത്തമൻ. വിനോദ് ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. വിനോദ് കുരുവിൽ പറമ്പിൽ പുരുഷോത്തമൻ ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന് പറയും, നിങ്ങൾ മാത്രമേ ചിലപ്പോൾ പറയാറുള്ളൂ. ഞാൻ 11 മണി വരെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. പിന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾ വീഡിയോസ് എടുക്കുമ്പോഴത്തേന് ഈ ഫോണുകളെല്ലാം ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോൾ വരുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ വീഡിയോ സൈലന്റ് ചെയ്തിട്ടാണ്, ഫോൺ സൈലന്റ് ചെയ്തിട്ടാണ്
ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പം ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സൈലന്റ് മാറ്റാൻ ചിലപ്പോൾ മറന്നുപോയി അങ്ങനെ കാണും കോൾ വന്ന് എടുക്കാതിരുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ ഫോണിൽ അറ്റൻഡ് ചെയ്യാതിരിക്കത്തുള്ളൂ. എനിക്ക് വ്യക്തമായിട്ടറിയാം ഞങ്ങളൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ വീഡിയോസ് ഇട്ട് ഞങ്ങളുടെ നമ്പർ സോഷ്യൽ മീഡിയയിൽ കൊടുത്താൽ അത് എടുക്കാനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ എടുക്കണം, നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ ഒരു കാരണവശാലും എടുക്കാതിരിക്കില്ല. എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ഞങ്ങൾ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയ സമയത്ത് എടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഞാൻ ഒരു കാരണവശാലും ഞങ്ങൾ എടുക്കാതിരിക്കില്ല. ഉടായിപ്പാണെന്ന് പറയുന്നു, അതെന്തേലും ആയിക്കോട്ടെ. അവരുടെ മാനസികാവസ്ഥയ്ക്ക് അവരെന്തും പറഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ പല രീതിയിലും ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സ് വന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന ജോലി 100% കൃത്യതയോടുകൂടെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും ഇതുവരെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും ഈ പറയുന്ന നെഗറ്റീവ് അടിക്കുന്നവരുടെ ആണെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. രണ്ടുപേരുടെയും, വാങ്ങുന്ന ആളുടെയും കൊടുക്കുന്ന ആളുടെയും സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് തന്നെയാണ് ഇതുവരെ 100%. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. പിന്നെ വില പറയുന്നതിനകത്ത് ചിലപ്പോൾ വില ഇതിൽ കൂടുതൽ പറയും. അത് പാർട്ടി പറയുന്ന വില, ഞങ്ങളുടെ പ്രസ്ഥാന റീയൂസ് ഹബിന്റെ വിലയല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇനിയും ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ വിറ്റ് തരാൻ പറ്റുന്നതാണെങ്കിൽ വിറ്റ് തരുന്നതായിരിക്കും. 5ഉം 6ഉം വർഷമായിട്ട് വിൽക്കാതെ കിടന്ന സാധനങ്ങൾ ഞങ്ങൾ വിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അനുഭവമുള്ള ആൾക്കാരുണ്ട്, അത് അവർക്കും മനസ്സിലാവും. പിന്നെ സൈഡിക്ക് ഒളിഞ്ഞിരുന്ന് കമന്റ് അടിക്കുന്നവർ, നെഗറ്റീവ് കമന്റ് പറയുന്നവർ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷയമില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മുടെ കടയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കട ഇടുക്കി ജില്ല കട്ടപ്പനയ്ക്കടുത്ത് പുളിയമ്പല എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMനോട് ചേർന്നാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.